നിയമസഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ നമ്മുടെ പ്രതിപക്ഷത്തിന് കലികാലമാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ തങ്ങളെ കൊണ്ടാകും വിധം എന്തെങ്കിലുമൊക്കെ ചെയ്ത് സാന്നിധ്യം അറിയിക്കണമെന്ന് കരുതിയ പ്രതിപക്ഷത്തിനും വി.ഡി. സതീശനും വടികൊടുത്ത് അടി വാങ്ങുന്ന അവസ്ഥയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയത്തിലും ചർച്ച ആവശ്യപ്പെടാതെ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് സഭ അലങ്കോലപ്പെടുത്തുക എന്നത് മാത്രമാണ് അവരുടെ അജണ്ട. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് കേന്ദ്ര ബജറ്റിനെതിരെയും സംസ്ഥാന ബജറ്റിന് മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാതെ സഭ മൂന്നാം ദിവസവും ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ നടപടി. എന്നാൽ നിയമസഭയിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും ചുട്ട മറുപടി നൽകുന്ന മന്ത്രിമാരായിരുന്നു ഇന്നലത്തെ താരങ്ങളെന്ന് പറയാതെ വയ്യ. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ സംരക്ഷിക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിന് മന്ത്രിമാരുടെ മറുപടിയിൽ ഉത്തരമില്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്നു. സ്വയം ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് പരിഹാസ്യനാവുകയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞപ്പോൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നത് പോലെ കൊട്ടാനുള്ള അവസരം ഉണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്ന് പി. രാജീവ് പരിഹസിച്ചു. കഴിഞ്ഞ കുറെ ദിവസമായി ചേറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സാർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. കെ കരുണാകരന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പോറ്റിയെ സോണിയാഗാന്ധിയുടെ മുന്നിൽ എത്തിച്ചതെന്നും പി. രാജീവ് ചോദിച്ചു. മാത്രമല്ല ഞാൻ എന്ന ഒറ്റ വികാരത്തിൽ അടിമപ്പെട്ട് നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്നും അദ്ദേഹം വിമർശിച്ചു. ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക് സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. സഭയിലെ സമരം പ്രതിപക്ഷത്തിന്റെ അല്ലെന്നും കനകോലു പ്ലാൻ ചെയ്തതാണെന്നും മന്ത്രി വി. ശിവൻകുട്ടി തുറന്നടിച്ചു. എല്ലാ തോന്നിവാസങ്ങളും പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഏതാവൊരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സഭയിൽ പ്രതിപക്ഷ നേതാവിന് മന്ത്രിമാർ ഓരോരുത്തരുമായി ചുട്ട മറുപടി നൽകിയതോടെ ഇനി നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കുകയും കുറെ ബഹളം വെച്ചതിന് ശേഷം സഭ ബഹിഷ്കരിച്ച് സതീശനും കൂട്ടരും കണ്ട വഴി ഓടുകയും ചെയ്തു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, കഷ്ടം തന്നെ.